അങ്ങനെ സേതു ജയയോട് തർക്കിക്കാൻ ആന്റിയുടെ ആങ്ങളെയും ഭാര്യയും നന്നായി എന്ന് ഭാവനയും വല്യയും പറഞ്ഞു. പക്ഷെ എനിക്കത് വിശ്വസിക്കാനായിട്ടില്ല. പലതവണ ഭാവനയുടെ ഗർഭം കലക്കാൻ നോക്കിയവരും കലക്കിയവരും തന്നെയാണ് ഇപ്പോൾ ഭാവനയെ സംരക്ഷിക്കാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ അതത്രയ്ക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ജയ പറയുന്നുണ്ട് സൂര്യയോട്, എടാ സേതു പറഞ്ഞത് കേട്ടോ, നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കാൻ. സൂര്യ പറയുന്നുണ്ട്, സേതുവേട്ടന് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല, നടന്ന കാര്യം തന്നെയല്ലേ പറഞ്ഞത് എന്ന് പറയാൻ. അപ്പോൾ ജയ പറയുന്നു, ഓഹോ, അപ്പോൾ ഞാൻ ഭാവനയെ നോക്കില്ല എന്നാണ് നീയും പറഞ്ഞു വരുന്നത് അല്ലേ? അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, അങ്ങനെ പറയല്ലേ ജയ, എത്രയായാലും നീ ഭാവനയുടെ ഭർത്താവിന്റെ അമ്മയല്ലേ. ഇനിയും ഒരു നെറുകേട് കാണിക്കാൻ കൂടെ നിന്നാൽ പിന്നെ ഒരാൾ നിന്റെ കൂടെ ഉണ്ടാവത്തില്ല. അജയനും പ്രസീതയും മാറിയതിന്റെ പിന്നിൽ ഭാവനയായത് ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ എന്ന് കരുതി അവർ 100% നല്ലവരായി എന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ദേവൻ പറയുന്നത്, ഗായത്രി, ഭാവനയ്ക്ക് ഇനി ആ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. അത് അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഒന്നാമതേ അമ്മയുടെ സംസാര രീതി ശരിയല്ല. ആദ്യം ഈ പൊട്ടിത്തെറിക്കുന്ന ഈ സംസാര രീതി മാറ്റിയിട്ട് കാര്യങ്ങൾ അതിൻ്റെതായ ഗൗരവത്തിൽ പറയാൻ നോക്കണം. അപ്പോൾ ജയ വീണ്ടും പൊട്ടിത്തെറിക്കടി, എന്നാ പിന്നെ നീ തന്നെ തീരുമാനിച്ചാൽ മതി ഭാവന എവിടെ നിൽക്കണമെന്ന്. എനിക്ക് എൻ്റെ മോൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ ഒരു അവകാശമില്ലെങ്കിൽ അത് വേണ്ട. എന്താ അമ്മേ, അങ്ങനെ ആരെങ്കിലും ഇവിടെ പറഞ്ഞു എന്ന് സൂര്യ ചോദിക്കുക. എന്തിനാ പറയുന്നത്, ഇങ്ങനെ കാണിച്ചാൽ പോരെ എന്ന് ജയ ചോദിക്കും. ദേവൻ പറയുന്നത്, സൂര്യ, നിന്റെ അമ്മ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സംസാരം ഇവിടെ നിർത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഗായത്രി സൂര്യയോട് പറയുന്നുണ്ട്, മോനെ, ഭാവന എവിടെയാണ് നിൽക്കേണ്ടതെന്ന് മോൻ തന്നെ തീരുമാനിക്കുക. അവൾക്ക് വേണ്ടിയുള്ള ഏത് തീരുമാനത്തിനും ഞാൻ തയ്യാറാണ്. എവിടെയാണെങ്കിലും എൻ്റെ മോൾ സുരക്ഷിതമായിരിക്കണം, എനിക്കത്രയേ ഉള്ളൂ. അപ്പോൾ ഭരത് പറയുന്നത്, ഏട്ടൻ ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതി. അപ്പോൾ സൂര്യ പറയാണ്, എനിക്കായിട്ട് മാത്രം ഒരു തീരുമാനം പറയാനില്ല ഭരത്. അപ്പോൾ ജയ പറയുന്നത്, ആരും ഒന്നും പറയണ്ട, എന്തായാലും ഞങ്ങൾ പോയിട്ട് ഭാവനയൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ദേവനെയും വിളിച്ചിട്ട് അകത്തേക്ക് പോവാൻ കേട്ടോ ജയ. അപ്പോൾ ഗായത്രി സൂര്യയോട് പറഞ്ഞു, എന്താ മോനെ ഇതൊക്കെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഇവിടെ ഞാൻ എന്ത് പറയാനാ ആൻറ്റി, ഭാവന തന്നെ ഒരു തീരുമാനം പറയട്ടെ എന്ന് പറയാം. അപ്പോൾ സേതുവും ഭരത്തൊക്കെ പറഞ്ഞു, അതേ അമ്മേ, ഭാവന തന്നെ ഒരു തീരുമാനം പറയട്ടെ, അതായിരിക്കും എന്തുകൊണ്ട് നല്ലത് എന്ന് പറയാണ്. അങ്ങനെ ഭാവന റൂമിൽ കിടക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ജയൻ ദേവനും അവിടെ എത്തുന്നുണ്ട്. ജയ ഭാവനയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇത്, ഞങ്ങളെ നീ വീണ്ടും വീണ്ടും പരീക്ഷിക്കുകയാണോ? എന്താണോ സംഭവിക്കരുത് എന്ന് കരുതിയത് അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഒന്നും മനഃപൂർവ്വമല്ലല്ലോ ആൻറ്റി, എൻ്റെ അമ്മയുടെയും ഭാനുവിൻ്റെയും സ്ഥാനത്ത് ഇനി ആൻറ്റി ആണെങ്കിലും ഞാൻ ഇത് തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജയ പറയുന്നുണ്ട്, മോളിനി ഇതിൻ്റെ പേരിൽ വിഷമിക്കുകയൊന്നും വേണ്ട, ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ചോദിച്ചതേ ഉള്ളൂ. ഭാവന പറയുന്നുണ്ട്, ആൻറ്റി ചോദിച്ചതിൽ ഒരു തെറ്റുമില്ല ആൻറ്റി, ആൻറ്റിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ ചോദിക്കും. അത് കേട്ടതും ജയക്ക് ആശ്വാസമാകട്ടെ, ആദ്യം മതി മോളെ, അപ്പോൾ പിന്നെ എൻ്റെ ചിന്താഗതിയിൽ തെറ്റുകളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാം. അപ്പോൾ ഭാവന ചിരിക്കുക കേട്ടോ. ഇത് കേട്ട് നിൽക്കുന്ന ദേവൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പുറത്ത് നല്ലൊരു യുദ്ധം കഴിഞ്ഞിട്ടാണ് എൻ്റെ ആൻറ്റി ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ജയൻ ചിരിക്കുക കേട്ടോ. അപ്പോൾ ഭാവന ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ചായിരുന്നില്ലേ? ജയ പറയുന്നത്, അതേ മോളെ, മോളുടെ ആവശ്യങ്ങളെല്ലാം കഴിയുമ്പോൾ ഞാൻ പറയുന്നതൊക്കെ കേട്ട് എന്നോടൊപ്പം വന്ന് നിൽക്കാമെന്നല്ലേ മോള് പറഞ്ഞത്? അപ്പോൾ ഭാവന, അതെ ആൻറ്റി, അതിനെന്താ, ഞാൻ വന്ന് നിൽക്കുമെന്ന് തന്നെയല്ലേ പറഞ്ഞത്. അപ്പോൾ ജയ പറയുന്നുണ്ട്, പിന്നെ ഗായത്രി സേതുവും നിന്നെ എന്നോടൊപ്പം വിടില്ലല്ലോ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ആൻറ്റിക്ക് വാക്ക് തന്നത് ഞാനല്ലേ? എന്താ ആൻറ്റി, നമ്മൾ തമ്മിലുള്ള വാക്ക് പാലിക്കുന്നത് നമ്മൾ തന്നെയല്ലേ? അപ്പോൾ ചിരിച്ചുകൊണ്ട് ജയ അതെ എന്ന് പറഞ്ഞ് തല കുലുക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തിനാ ആൻറ്റി ഇങ്ങനെ സംസാരം എന്ന് പറയട്ടെ ഭാവൻ. ദേവൻ പറയുന്നുണ്ട്, ഇതാ, നീ ഇത്രയും നേരം അവിടെ കിടന്ന് തുള്ളിയതിന് ഇപ്പോൾ വല്ല കാര്യവും ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ വെറുതെ ആയില്ലേ എന്ന് പറയാം. ജയ പറയുന്നു, ഞാൻ അറിയുമോ ഭാവന ഇങ്ങനെയൊക്കെ പറയുമെന്ന്? ഭാവന പറയുന്നുണ്ട്, ആൻറ്റിയോട് ഞാൻ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല, പിന്നെ എൻ്റെ ആ പഴയ ആൻറ്റിയെ തിരിച്ചു കിട്ടുമ്പോൾ പിന്നെ ഞാൻ ആൻറ്റിയുടെ കൂടെ നിൽക്കാതിരിക്കോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ജയ ചിരിക്കുകയാണ്. വീണ്ടും ഭാവന പറയുന്നുണ്ട്, ആൻറ്റി, എൻ്റെ അമ്മയും സേതുവേട്ടനൊക്കെ പാവങ്ങളാണ്, അവരോടൊന്ന് സ്നേഹത്തോട് സംസാരിച്ചാൽ മതി, അപ്പോൾ ആൻറ്റിക്ക് മനസ്സിലാകും അവരുടെ യഥാർത്ഥ സ്വഭാവം. അപ്പോൾ സൂര്യ അവിടെ കടന്നു വരാണ്. സൂര്യയെ കണ്ട് ദേവന് പറയുന്നത്, ദേ സൂര്യ, നിന്റെ അമ്മ ഇവിടെ വന്നപ്പോൾ ഫ്ലാഷ് എന്ന് പറഞ്ഞ് ചിരിക്കാൻ കേട്ടോ. അപ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് പറയാണ്, അത് പിന്നെ എനിക്കറിയില്ല അച്ഛാ, നിങ്ങൾ എന്താ സംസാരിച്ചിട്ട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ജയ പുറത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ദേവൻ സൂര്യയോട് പറയുന്നത്, നിന്റെ അമ്മയെ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ മോനെ, അച്ഛന് മനസ്സിലാവുന്നില്ല, പിന്നെ എനിക്കെങ്ങനെ മനസ്സിലാവാനാ എന്ന് പറഞ്ഞ് ചിരിക്കാൻ കേട്ടോ സൂര്യ. അത് ശരിയാണല്ലോ എന്ന് ദേവന് പറയാണ്. അങ്ങനെ ഞാൻ എന്തായാലും പുറത്ത് നിൽക്കാം എന്ന് പറഞ്ഞ് ദേവൻ പുറത്തേക്ക് പോവാണ്. ശേഷം സൂര്യ ഭാവനയുടെ അടുത്ത് ചെയർ നീക്കിയിട്ടിരിക്കാൻ കേട്ടോ. എന്തൊക്കെ ഇവിടെ നടക്കുന്നത് സൂര്യ എന്ന് ചോദിച്ചിട്ട് ഭാവന ചിരിക്കാൻ. സൂര്യ പറയുന്നത്, എനിക്കറിയില്ല, ഇവിടെ ഓരോരുത്തരും ഓരോ കഥാപാത്രങ്ങളാണ്. സത്യം പറഞ്ഞാൽ അമ്മ ഇപ്പോൾ അടിയറവ് പറഞ്ഞിരിക്കുന്നത് നിന്റെ മുന്നിലാണ്, നിന്റെ സ്നേഹത്തിന്റെ മുന്നിൽ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അപ്പോൾ ഭാവന ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വലിയ ചിലവില്ലാത്ത ഒരേ ഒരു മരുന്നാണ് സൂര്യ സ്നേഹം. അത് കൊടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുത്താൽ ഏത് ഒറ്റയാനെയും വീഴ്ത്താമെന്നാണ് അറിവുള്ളവർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ ചിരിക്കാൻ കേട്ടോ. അതേസമയം പുറത്ത് ഗായത്രിയുടെ അടുത്ത് ഡോക്ടർ വന്നിട്ടുണ്ട്. 2 മണിക്കൂറുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗായത്രിയെ കൊണ്ടുപോകും. അവൾക്ക് ഇനി മുതൽ നല്ല റെസ്റ്റും കെയറിങ്ങും എല്ലാം വേണം, ഭക്ഷണമൊക്കെ യഥാസമയം കഴിക്കണം. അങ്ങനെയൊക്കെ പറയുമ്പോൾ ജയ അത് കേട്ടുകൊണ്ട് വരികയാണ്. അവളത് കേട്ട് ചിരിച്ചോണ്ട് നിൽക്കുക. അവരെ കണ്ടതും ഡോക്ടർ പറയുന്നുണ്ട്, ഭാവനെ പോലുള്ള ഒരു മകൾക്ക് ജന്മം കൊടുക്കാൻ നൽകിയതിൽ നിങ്ങൾക്കും അവളെപ്പോലുള്ള ഒരു മരുമകളെ നിങ്ങൾക്ക് ലഭിച്ചതിൽ
നിങ്ങൾ പുണ്യം ചെയ്തിട്ടുണ്ട്, അത്രക്കും ഭാഗ്യവാന്മാരാണ് നിങ്ങൾ എന്നൊക്കെ പറയാൻ ട്ടോ. അത് കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ അവിടെ നിന്നും പോവാണ്. അങ്ങനെ ദേവൻ പറയുന്നുണ്ട്, ജയ നീ ഇവരോടൊപ്പം വന്നാൽ മതി, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ദേവൻ പോകാൻ നിൽക്കും. ദേവട്ട് നിൽക്കെ ഞാനും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഭാവന എന്ന് ചോദിക്കുകയാണ് ദേവൻ. ഭാവന ഗായത്രിയോടൊപ്പം പോകട്ടെ. ഇത് കേൾക്കുമ്പോൾ ഗായത്രിയും ഭാനും സേതുക്കെ അത്ഭുതപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ജയ പറയുന്നുണ്ട്, അതേ ഗായത്രി, ഞാൻ എന്ത് സ്ത്രീയാണ് വെറുതെ ഓരോരുത്തരെ വെറുപ്പിക്കാൻ. അപ്പോൾ ദേവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഭാവന പറഞ്ഞ് നമ്മളോടൊപ്പം വരാമെന്നാണല്ലോ. ജയ പറയാണ്, അത് സാരമില്ല, അവളൊരു പ്രശ്നമുണ്ടാകണ്ട എന്ന് കരുതിയിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഇനി മുതൽ ഭാവനയുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. എന്നിട്ട് ഗായത്രിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ കൈ പിടിച്ചിട്ട് പറയുന്നത്, ഗായത്രി എന്നോട് വിരോധമൊന്നും തോന്നരുത്, ഞാൻ ഇങ്ങനെയാണ്. ഞാൻ മാറിയാലും അത് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. എന്നെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. സാരമില്ല, ചിലയിടത്ത് നമ്മൾ തോറ്റു കൊടുക്കണം ഗായത്രി. നമ്മളുടെ മക്കൾക്ക് വേണ്ടിയെങ്കിൽ നമ്മൾ തോറ്റു കൊടുക്കണം. ഇനി എന്തായാലും ഭാവനയെ കാണാൻ ഞാൻ നിൽക്കുന്നില്ല. ഞാൻ സൗകര്യം പോലെ അവളെ കാണാൻ വീട്ടിലേക്ക് വന്നോളാം. നിങ്ങളെപ്പോലെ ശ്രദ്ധിക്കാൻ എനിക്കാവില്ല. ഇതെല്ലാം നല്ല സന്തോഷപൂർവ്വം കേട്ട് നിൽക്കേണ്ട സൂര്യയും ദേവനും അവിടെ. എന്നാൽ പിന്നെ ഞങ്ങൾ പോവുകയാണ്, ദേവേട്ടൻ വാ എന്ന് പറഞ്ഞ് ജയ പോവാൻ. ആ സമയത്ത് ഗായത്രി പിന്നിൽ നിന്നും ജയ എന്ന് വിളിക്കുകയാണ്. ഭാവനയ്ക്ക് ജയയോടൊപ്പം വരാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ്. കാരണം എൻ്റെ മകൾ അങ്ങനെ പറയണമെങ്കിൽ അവളുടെ മനസ്സിൽ ജയക്കുള്ള സ്ഥാനം അത്രത്തോളം വലുതാണെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മുടെയൊക്കെ വായിൽ കിടക്കുന്ന നാവാണ് ജയ നമ്മുടെ എല്ലാവരെയും മനുഷ്യരില്ലാതാക്കുന്നത്. അപ്പോൾ സേതുവും പറയുന്നുണ്ട്, അതെ ആൻറ്റി, ഞാനും ഏതാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞു, സോറി ആൻറ്റി എന്നൊക്കെ പറയാണ്. അപ്പോൾ ജയ പറയുന്നുണ്ട്, സോറി പറയേണ്ടത് ഞാനല്ല, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ നിങ്ങളോട് പറഞ്ഞു പോയി, ഒന്നും നിങ്ങൾ മനസ്സിൽ വെച്ചേക്കല്ലേ എന്ന് പറയും. എന്നിട്ട് സേതുവിനെ പിടിച്ചിട്ടും അവൾ തലോടിക്കൊണ്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭാവനയെ പിടിച്ചിട്ടും, മോളെ നീ എല്ലാം കഴിഞ്ഞത് മറക്കണം, എന്നിട്ട് ഉഷാറായിട്ട് പഠിക്കണം, എന്നിട്ട് ഭാവനയുടെ ആഗ്രഹം പോലെ ഡോക്ടർ ആവണം കേട്ടോ എന്നൊക്കെ പറയാണ്. അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോട് സംസാരിക്കാൻ. അപ്പോൾ സൂര്യ, ഞാൻ എന്തായാലും ഭാവനയെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാണ്. എന്നിട്ട് ഭാവനയോട് ആ വിവരങ്ങളൊക്കെ പറയാണ്. ഭാവന, രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടേ ഇരിക്കാൻ നിനക്ക് കാണണോ എന്ന് ചോദിക്കാൻ. എനിക്ക് കാണണ്ട സൂര്യ എന്ന് പറയുന്നുണ്ട് ഭാവന. അത് പറ്റില്ല, നീ ആ വാതിൽ വരെ ഒന്ന് എത്തി നോക്ക്, ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ വേണം, നീ ഇവിടെ തന്നെ കിടക്കെ, ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എന്ന് പറഞ്ഞ് മുന്നിലുള്ള കർട്ടനും കാര്യങ്ങളെല്ലാം അവൻ നീക്കാൻ ചെയ്യാൻ. അപ്പോൾ ഭാവന പതിയെ ഒന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും നല്ല സന്തോഷത്തോട് സംസാരിക്കുന്നുണ്ട് കാണുന്നത്. അത് കാണുമ്പോൾ ഭാവനക്കും ഒത്തിരി സന്തോഷമാവുകയാണ്. അങ്ങനെ അവളത് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. സൂര്യ ആവട്ടെ, എല്ലാത്തിനും കാരണം ഭാവന, നീയാണ്. നിന്റെ വാക്കുകൾക്ക് മുന്നിലാണ് ഇതെല്ലാം ഇങ്ങനെയായത്. ഇനിയെന്നും നമ്മളുടെ ഇരു കുടുംബങ്ങളും നല്ല സന്തോഷത്തോടു കൂടി കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാണ്. ഭാവന പറയുന്നത്, അങ്ങനെ തന്നെ നടക്കും സൂര്യ, എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നൊക്കെ പറയാം. അങ്ങനെ ഭാവനയും സൂര്യയെ ഉമ്മ വെക്കുകയാണ്. അങ്ങനെ അവൾ കൈകൾ തമ്മിൽ ചേർത്ത് വെച്ച് സന്തോഷം കൊണ്ട് അത് നോക്കി ഇരുവരും മുഖത്തോട് മുഖം വെച്ച് നോക്കി നിൽക്കുകയാണ് കേട്ടോ. ശേഷം കാണിക്കുന്നത് ഗായത്രിയും ഭാനുവും വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. ആ സമയത്ത് ജാനകിയും എല്ലാവരും ഓടിയെത്തുന്നുണ്ട്. മോളെ, നിനക്ക് എപ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ? അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുകയാണ്. അവസാനം ഭാമ ചോദിക്കുന്നുണ്ട്, ഭാനു, അന്ന് ആ ഗർഭിണിയായ പെൺകുട്ടി വന്നത് ജയേഷായിരുന്നു അതിനെല്ലാം കാരണക്കാരി അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഭാനു പറയുന്നുണ്ട്, അതേ ചേച്ചി, ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ഞാൻ ജയേഷിനോട് ഇതെല്ലാം ചോദിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു എന്നൊക്കെ പറയാൻ. അപ്പോൾ ഗായത്രി പറയുന്നത്, എന്തായാലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി അത് സംസാരം ഇവിടെ വേണ്ട, നീ പോയി റെസ്റ്റ് എടുക്ക് എന്ന് പറയാണ് ഭാനുവിനും. അപ്പോൾ മായ പറയുന്നുണ്ട്, ആദ്യം ഞാൻ നല്ലൊരു ചായ ഇട്ട് തരാം, അത് കുടിച്ചതിന് ശേഷം മോൾ പോയി റെസ്റ്റ് എടുത്തോളൂ വാ എന്ന് പറഞ്ഞ് ഭാനുവിനെയും കൊണ്ട് അകത്തേക്ക് പോവാണ്. അപ്പോൾ ഗായത്രി ജാനകിയോട് പറയുന്നുണ്ട്, ഏട്ടത്തി, നന്ദുമോള് ഉണ്ടാവുന്നതിന് മുൻപ് മായക്ക് ശരിക്കും ഒരു മോൾ തന്നെയായിരുന്നു ഭാനു. അപ്പോൾ സേതു പറയാം, എനിക്കും അങ്ങനെ തന്നെയായിരുന്നു, എൻ്റെ മോളെ പോലെ തന്നെയാണ് ഇപ്പോഴും എനിക്ക് ഭാനു എന്നൊക്കെ പറയാൻ കേട്ടോ. ശേഷം കാണിക്കുന്നത് സൂര്യയും ജയയും ഭാവനയും കൂടി സൂര്യയുടെ വീട്ടിൽ വന്നിറങ്ങിയാണ്. കാറിൽ നിന്ന് ഇറങ്ങിയതും ഭാവനയ്ക്ക് തല ചുറ്റുന്ന പോലൊക്കെ ഫീൽ ചെയ്യാണ്. അപ്പോഴേക്കും തൊട്ട് പിന്നിൽ നിന്നും ഇറങ്ങിയ ജയ ഭാവനയെ വന്ന് പിടിക്കാൻ കേട്ടോ, മോളെ സൂക്ഷിച്ച് വീഴല്ലേ. അങ്ങനെ സൂര്യയും സഹായത്തിനെത്തിയാണ് രണ്ടുപേരും ചേർന്ന് ഭാവനയെ അകത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. 2 ദിവസമായിട്ട് നല്ല രീതിയിലുള്ള ഭക്ഷണമില്ല, ഉറക്കമില്ല, അതിൻ്റെ ആ ഒരു ക്ഷീണവും തളർച്ചയുമെല്ലാം ഭാവയുടെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നു. അവരെ കണ്ട് ദേവനും മാനസയും പ്രസീതയും അജയനുമെല്ലാം ഓടിയെത്തുന്നുണ്ട്. പ്രസീത ഒരമ്മ മകളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഭാവനയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ എന്തായി, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല ക്ഷീണമുണ്ട് മുഖത്ത് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഭാവന പറയുന്നുണ്ട്, അതെ ആൻറ്റി, 2 ദിവസമായിട്ടില്ലേ നേരവണ്ണം ഒന്ന് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടും അതിൻ്റേതാണ് എന്ന് പറയാണ്. എന്തായാലും ദൈവം ഇത്തവണ നമ്മുടെ കൂടെയുണ്ട്, അതുകൊണ്ട് ഒന്നും സംഭവിക്കാതെ നമ്മൾ രക്ഷപ്പെട്ടു. ഇനിയെങ്കിലും മോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോടോ ജയയോടോ മോൾ പറഞ്ഞാൽ മതി. അതല്ല ഗായത്രിയെ കാണണമെന്നുണ്ടെങ്കിൽ മോൾ ഒന്ന് പറഞ്ഞാൽ മതി, അവർ ഇവിടെ വരും. ഇനി മോൾ യാത്രയൊക്കെ ഒഴിവാക്കണം കേട്ടോ, നന്നായി ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രസീത അവളെ ഉപദേശിക്കുന്നുണ്ട്. മോൾ ഇരിക്കെ, എന്തായാലും ഞാൻ ജ്യൂസ് കൊണ്ടുവരാം എന്ന് പറയാണ്. അങ്ങനെ പ്രസീത അടുക്കളയിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ ജയ പറയുന്നുണ്ട്, ഏട്ടത്തി, ജ്യൂസ് റൂമിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി, ഭാവനയ്ക്ക് നല്ല ക്ഷീണമുണ്ട്, അവളൊന്ന് കിടക്കട്ടെ. എന്നിട്ട് ഭാവനയോട് പറയുന്നുണ്ട്, മോളെ ഒന്ന് കിടന്ന് ഉറങ്ങി എഴുന്നേൽക്ക്, അപ്പോഴേക്കും എല്ലാ ക്ഷീണവും മാറിക്കിട്ടും. ഇങ്ങനെ പറഞ്ഞ് ഭാവനയെ റൂമിൽ കൊണ്ടുപോയിട്ട് കിടത്തുകയാണ് കേട്ടോ. തൊട്ടടുത്ത് വന്ന് മാനസ ഇരിക്കുന്നുണ്ട്. ഭാവന, എങ്ങനെയുണ്ട്? നിനക്കൊരു അപകടം പറ്റിയെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ആകെ ടെൻഷനായി. എന്തായാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇപ്പോഴൊന്നും സംഭവിക്കാതെ നമുക്ക് കുഞ്ഞിനെ തിരിച്ചു കിട്ടിയില്ലേ?
ഇനി നീയും എന്നോടൊപ്പം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഇവിടെ തന്നെ ഉണ്ടാകണം എന്ന് പറയാൻ. അതേ മാനസ, ഇനി എൻ്റെ തീരുമാനം അത് തന്നെയാണ്. ആൻറ്റി പറയുന്നതനുസരിച്ച് ആൻറ്റിയുടെ ഇഷ്ടത്തിന് ഭക്ഷണവും എല്ലാം കഴിച്ച് ആൻറ്റിയുടെ കൂടെ തന്നെ ഇവിടെ ഉണ്ടാകും. ആൻറ്റിക്ക് ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ അത്രത്തോളം പേടിയുണ്ട്. ആൻറ്റിയുടെ സ്നേഹം ഞാൻ ശരിക്കും തിരിച്ചറിയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഭാവന. ശേഷം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് മാനസയും ജയൊക്കെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അതേസമയം ദേവനാട്ടെ സിറ്റൗട്ടിൽ പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാണ്ട് സൂര്യൻ തൊട്ടടുത്ത് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, മോനെ, ഞാൻ ആഗ്രഹിച്ച നമ്മുടെ കുടുംബം ഇതാണ്. പരസ്പരം വഴക്കോ കലഹമോ ഒന്നുമില്ലാതെ പരസ്പരം സ്നേഹിച്ചും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന നമ്മുടെ കുടുംബം, അതാണ് എൻ്റെ സ്വപ്നം. ഈശ്വരൻ അതെനിക്ക് യാഥാർത്ഥ്യമാക്കി തന്നിരിക്കുകയാണ്. ഇനിയും എന്നും ഇതുപോലെ തന്നെ നിലനിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാൻ ദേവൻ. സൂര്യ പറയുന്നുണ്ട്, ഇനി അങ്ങനെ തന്നെയായിരിക്കും അച്ഛാ. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, ഇവിടെ സ്നേഹമാണ് എല്ലാത്തിനും മുകളിൽ നിന്നത്. എത്ര വലിയ ശത്രുവായാലും സ്നേഹമെന്ന രണ്ടക്ഷരം മതി അവരുടെ ശത്രുതയെല്ലാം മാറി അവർ തമ്മിൽ ഒന്നാകാൻ. ഇവിടെയും നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഭാവനയുടെ അളവറ്റ സ്നേഹം ജയ ശരിക്കും മനസ്സിലാക്കി. ഇനി അവളെ സ്നേഹിച്ചു തുടങ്ങുകയും ചെയ്യും. നിന്റെ അമ്മക്ക് പേരക്കുഞ്ഞ് എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അവൾ അങ്ങനെയൊക്കെ കാണിച്ചത്. അവളൊരു പാവമാണ്ട, അവളുടെ ഉള്ളിൽ ഒന്നുമില്ല. ഈ പൊട്ടിത്തെറിയും പരാതി പറച്ചിലും മാത്രമേ അവൾക്കുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, എനിക്കറിയാം അച്ചായല്ല, ഞാൻ എന്തായാലും ഭാവനയുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് സൂര്യ അകത്തേക്ക് പോവുകയാണ്. ശേഷം റൂമിലിരിക്കുന്ന ഭാവനയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, ക്ഷീണമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സൂര്യ. ഭാവന പറയുന്നത്, എനിക്കൊരു കുഴപ്പവുമില്ല സൂര്യ, എൻ്റെ മനസ്സിപ്പോൾ നിറഞ്ഞിരിക്കുകയാണ്. ആൻറ്റിയുടെ ആ അളവറ്റ സ്നേഹം ഞാൻ ശരിക്കും തിരിച്ചറിയുന്നുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. സൂര്യ പറയുന്നുണ്ട്, അതേ ഭാവന, നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ കുടുംബം, ഇരു വീട്ടുകാരും ഒന്നിച്ചു സ്നേഹത്തോടും സമാധാനത്തോടും കഴിയുന്ന ഈ ഒരു അന്തരീക്ഷം, ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെ വേണം നമ്മുടെ കുഞ്ഞ് ജനിക്കാൻ. ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങനെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഭാവനയും പറയുന്നുണ്ട്, അതേ സൂര്യ, ഈശ്വരന്റെ അനുഗ്രഹവും അച്ഛൻ്റെ കാവലും തന്നെയാണ് അമ്മയും ഭാനുവിനെ രക്ഷിച്ചത്. അവരും തിരിച്ചു വന്നില്ലേ, അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടേക്കും അവർ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എന്നൊക്കെ പറയാണ്.